ഈ ഒരു 3 വഴി നിങ്ങളുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങൾക്ക് വാറണ്ടി കഴിഞ്ഞാലും ഈവൻ മാറിയെടുക്കാൻ പറ്റും. വാട്സ്ആപ്പ് ഗൈസ്, വോക്സ്മെന്റ് നാസിമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ S22 അൾട്ര വാറണ്ടി കഴിഞ്ഞ 7 മാസമായി, അതിൽ ഗ്രീൻ ലൈൻ വീണു. ഞാൻ എങ്ങനെയാണ് കോർട്ടിലൊന്നും പോകാതെ ഫ്രീ ആയിട്ട് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ മാറ്റിയെടുത്തതെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ആൻസർ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തരുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് ഫ്രീ ആയിട്ട് ഗ്രീൻ ലൈൻ മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ എനിക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നപ്പോൾ മുതൽ എനിക്കത് മാറ്റി കിട്ടിയത് വരെയുള്ള പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, എനിക്ക് എങ്ങനെയാണ് അത് മാറ്റി കിട്ടിയെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് അത് ചെയ്തിരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കറക്റ്റ് പ്രോസസ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഡീപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്ത് ഞാൻ ജസ്റ്റ് കയറി കണ്ടു നോക്കുക. മൊബൈൽ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഈ പ്രീമിയം സെഗ്മെന്റിലുള്ള മൊബൈൽ ആണെങ്കിലും നോർമൽ നമുക്കൊരു മിഡ് റേഞ്ചിലുള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ കാരണങ്ങൾ, ഫിസിക്കൽ ഡാമേജ്, വാട്ടർ ഡാമേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മാറ്റി തരാനുള്ള ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. കമ്പനി നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഇത് വാറണ്ടി കഴിഞ്ഞാണ്, ഔട്ട് ഓഫ് വാറണ്ടിയാണ്, അതുകൊണ്ട് മാറ്റി തരാൻ പറ്റത്തില്ല എന്നായിരിക്കും പറയുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് ഉറപ്പാണ്, നമുക്ക് ഫിസിക്കൽ ഡാമേജ് വന്നിട്ടില്ല, അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് വന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് താഴെ ഈ ഒരു മൊബൈൽ ഫോൺ പോയിട്ടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു വാറണ്ടി കഴിഞ്ഞാൽ കൂടി ഈ ഒരു മൊബൈൽ ഫോണിലെ ഗ്രീൻ ലൈൻ മാറ്റിത്തരാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ മാറ്റിത്തരാനുള്ള ഉത്തരവാദിത്തം കമ്പനികൾക്കുണ്ട്. പക്ഷേ എങ്കിൽ കമ്പനി തരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നിമിഷം ഗ്രീൻ ലൈൻ വീഴുകയോ അത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 മുതൽ 3 കൊല്ലം വരെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കാലയളവിലാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഗ്രീൻ ലൈൻ അവർ മാറ്റി തരും. ഇതിനുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സ് ഉണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്നതിന്റെ ഒരു വീഡിയോ, ഫോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ട്വിറ്ററിൽ അതാത് കമ്പനികളെ മെൻഷൻ ചെയ്ത് സ്റ്റോറിയോ പോസ്റ്റോ എന്തെങ്കിലും ഇടുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ ഇവരെ മെൻഷൻ ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയും എന്താണ് ഇഷ്യൂ എന്ന് പരിശോധിക്കുകയും അതിൽ നമുക്ക് മാറ്റി തരാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ വഴി നമ്മുടെ ഡീറ്റെയിൽ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവർ മാറ്റി തരും. ചിലപ്പോൾ ഇനി ട്വിറ്റർ വഴി പല ആളുകൾക്കും പോസ്റ്റ് ഒന്നും ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ പർച്ചേസ് ബില്ല് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പർച്ചേസ് ബില്ല് ഒരിക്കലും കളയരുത്, അത് നിങ്ങൾ കയ്യിൽ കരുതുക. ഈ ഒരു പർച്ചേസ് ബില്ല് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഇതിനുശേഷം ഈ ഒരു പർച്ചേസ് ബില്ലുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെന്ററിൽ പോവുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ സാംസങ് ആണ്, അതിലൊരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് എവിടെയാണോ നിങ്ങളുടെ സർവീസ് സെന്റർ ഉള്ളത് ആ ഒരു സർവീസ് സെന്ററിൽ നിങ്ങൾ ഡയറക്റ്റ് ചെല്ലുക. അതിനുശേഷം നമ്മുടെ കംപ്ലൈന്റ് അവരോട് പറയുക. അവരോട് നമ്മൾ ദേഷ്യപ്പെടാനോ കാര്യങ്ങളൊന്നും നിൽക്കണ്ട. ഞാൻ ഇത്ര രൂപ കൊടുത്ത് മേടിച്ച ഒരു മൊബൈൽ ഫോൺ ആണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ ഡാമേജോ വാട്ടർ ഡാമേജോ ഒന്നും വന്നിട്ടില്ല, പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തതാണെങ്കിൽ, അങ്ങനെ വന്നിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒന്നും ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരാം, അത്തരത്തിൽ വന്നിട്ടുള്ളതാണെങ്കിൽ ആ കാര്യം നിങ്ങൾ അവരോട് പറയുക. അവർ പറയും ചിലപ്പോൾ വാറണ്ടി കഴിഞ്ഞാണെന്ന് പറയും. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോട് പറയുക ഒരു ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്ത് തരാൻ പറയുക. ഉറപ്പായിട്ടും സർവീസ് സെന്ററുകാർ ഈ ഒരു ജോബ് ഷീറ്റ് നമുക്ക് കസ്റ്റമർ എന്ന നിലയ്ക്ക് തരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ജോബ് ഷീറ്റ് നമുക്ക് അവർ ക്രിയേഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിലൊരു കസ്റ്റമർ കെയർ നമ്പർ കാണും. ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുക. ആദ്യം തന്നെ സർവീസ് സെന്ററിൽ പോവുക, ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്യുക. നമ്മളാണ് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത്. ചിലപ്പോൾ 1, 2, 3 തവണയോ നമ്മൾ അവരെ വിളിക്കേണ്ടി വരും. കസ്റ്റമർ കെയറുകാരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ ഡയറക്റ്റ് പറയുക. ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ തന്നിരിക്കുന്ന ഒരു ജോബ് ഷീറ്റ് നമ്പർ നമുക്ക് കസ്റ്റമർ കെയറിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോബ് ഷീറ്റിന്റെ കേസ് അവർ പരിശോധിച്ചതിന് ശേഷം എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കിയതിന് ശേഷം അവർ നമ്മളോട് പറയുന്നത് ഇതായിരിക്കും, വാറണ്ടി കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടേതായിട്ട് പ്രശ്നമാണ്, ഇത് മാറിത്തരാൻ പറ്റത്തില്ല എന്നായിരിക്കും. പക്ഷെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് അവരോട് സംസാരിക്കുക. നിങ്ങളുടെ സൂപ്പർവൈസറുമായിട്ട് എനിക്ക് സംസാരിക്കണം, നിങ്ങളുമായിട്ടല്ല സംസാരിക്കേണ്ടതെന്ന് വളരെ മാന്യമായിട്ട് തന്നെ പറയുക.
അപ്പോൾ നമുക്ക് ഒരു കോൾ അറേഞ്ച് ചെയ്യും. 2-3 കോള് സൂപ്പർവൈസർമാർ നമ്മളിങ്ങനെ മാറി വിളിക്കും. അവരും പറയുന്നത് വാറണ്ടി തീർന്നതാണ്, ആ ഒരു കാര്യമായിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് അവരോട് പറയുക നമ്മുടേതായിട്ടുള്ള ഇഷ്യൂ അല്ല, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ് വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കോൾ എല്ലാം നിങ്ങൾ റെക്കോർഡഡ് ആയിരിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലത്. അതാണ് തെളിവ്. വോയിസ് കോളിന് ഒരുപാട് തെളിവില്ല. അവരോട് നമ്മൾ പറയുക നമ്മുടെ കയ്യിൽ ജോബ് ഷീറ്റ് ഉണ്ട്, പർച്ചേസ് ബില്ലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിളിക്കുന്നതിന്റെ റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് അവരോട് പറയുക. വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞാൽ മതി, നമ്മൾ ദേഷ്യപ്പെട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോകുമെന്ന് അവരോട് പറയുക. ഈ ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും അവർ അതിന്റെ മുകളിലെ തട്ടിലേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യുകയും 1-2 ദിവസത്തിനുള്ളിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസ് ലെവലിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ട് അവർ പറയുന്നത് ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ഇത് മാറി തരാൻ പറ്റുമെന്നായിരിക്കും. മേ ബി എപ്പോഴും നമുക്ക് ലേബർ കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ചില ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് മാറി കിട്ടുന്ന ആ ഒരു സന്ദർഭവും കണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വെറും 501 രൂപ, ഏകദേശം 23,000 രൂപ ഡിസ്പ്ലേ വെറും 501 രൂപ ലേബർ കോസ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് മാറ്റി കിട്ടിയത്. പല ആളുകളും പറഞ്ഞിരുന്നു ലേബർ കോസ്റ്റ് എന്തിനാണ് കൊടുക്കാൻ പോയതെന്ന്. അത് അവർ പണിതതിന്റെ കാശാണ്, അതുകൊണ്ടാണ് ലേബർ കോസ്റ്റ് ആയിട്ട് ഞാൻ അത് കൊടുത്തത്. സർവീസ് സെന്ററിലെ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ലേബർ കോസ്റ്റ് ഞാൻ 501 രൂപ അവർക്ക് കൊടുത്തത്. ഏതായാലും ഇത്തരത്തിലൊരു ഡിസ്കൗണ്ട് നമ്മൾ മുന്നിലേക്ക് അവർ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ബില്ല് മെയിൽ ചെയ്യാനായിരിക്കും. അതിനുള്ള ഒരു മെയിൽ അവർ നമുക്ക് അയക്കുകയും ഈ ഒരു പർച്ചേസ് ബില്ല് നമുക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ ഒരു കമ്പനിയിൽ നമുക്കൊരു കോൾ വരികയും നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ ആ ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്ത ആ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ പറയും. നോർമലി അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നോർമലി അവിടെ ഡിസ്പ്ലേ കാര്യങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ ഇത് മാറ്റി കിട്ടാം. ചില കേസുകളിൽ വാറണ്ടി കഴിഞ്ഞതാണെങ്കിൽ സർവീസ് സെന്ററിൽ നിന്ന് നമുക്ക് മാറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഡിസ്പ്ലേ വരേണ്ടി വരും. ഇതിനുള്ള താമസം എന്ന് പറയുന്നത് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയാണ്. ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ജോബ് ഷീറ്റ് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്തായി നമ്മുടെ മൊബൈലിന്റെ അവസ്ഥ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വർക്ക് ഫിനിഷ് ആയതിനു ശേഷം ഉറപ്പായിട്ടും നമ്മളെ ആ ഒരു സർവീസ് സെന്ററിൽ നിന്ന് വിളിക്കുകയും നമ്മുടെ മൊബൈൽ നമുക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഈ ഒരു 2 രീതിയിൽ നമുക്ക് മാറ്റാൻ, വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ സാധിക്കും. ഈ ഒരു 2 കാര്യങ്ങൾ നമുക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള കളക്ടറേറ്റിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കൺസ്യൂമർ കോർട്ട് കാണും. ഈ ഒരു കൺസ്യൂമർ കോർട്ടിൽ നിങ്ങളുടെ പർച്ചേസ് ബില്ലും അതേപോലെ തന്നെ ഒരു കേസ് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷ് മുടക്കോ കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വക്കീലിനെ വെക്കണമെന്നുള്ള ആ ഒരു കാര്യവും വരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടത്. നിങ്ങൾക്കൊരു 20,000 രൂപ ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ച് ക്യാഷ് കൂട്ടി നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഒരു വിളിച്ചതിന്റെയും നിങ്ങളുടെ കഷ്ടപ്പാടിന്റെയും അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന്റെ എല്ലാത്തിന്റെയും കൂടെയും കൂട്ടിയിട്ടുള്ള ഒരു തുകയായിരിക്കണം വെക്കുന്നത്. വക്കീലിനെ ഒന്നും വെച്ചില്ലെങ്കിൽ കൂടി നമ്മൾ 1-2 തവണ മെനക്കെട്ട് പോകേണ്ടി വരും. പക്ഷേങ്കിൽ നമുക്ക് ക്യാഷ് മുടക്കാതെ തന്നെ ഈ ഒരു സെറ്റിൽമെന്റ് എമൗണ്ട് 2-3 സിറ്റിങ്ങിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 3 വഴി നിങ്ങളുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങൾക്ക് വാറണ്ടി കഴിഞ്ഞാലും ഈവൻ മാറിയെടുക്കാൻ പറ്റും. എനിക്ക് ഉണ്ടായ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും. ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് മാറ്റി കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശം അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.